രാജേട്ടാ ഇന്ന് ഇത് ഭാഗത്തേക്കാ? ഇന്ന് എല്ലാ ഭാഗത്തേക്കും. നമ്മള് ഒരു 25 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. നമ്മൾ ആ സമയമാകുമ്പോൾ നമ്മൾ മാറും, മൊബൈലായിട്ട് മാറും. രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് നടനും നല്ലൊരു. അപ്പം ആ മൂപ്പരോട് ഞാൻ പറഞ്ഞു മാമയ്ക്ക് ഇങ്ങനെ മൊബൈൽ വേഷം കെട്ടണമെന്ന്. അത് പറഞ്ഞതിൻ്റെ ശേഷമാണ് മാമ വന്നിട്ട് എന്നെ കെട്ടി. അന്ന് തൊട്ടിട്ട് ഇതുവരെ ആയിട്ടും ഞാൻ മൊബൈൽ വേഷം മുടക്കലും ഇല്ല. വിഷുവിനെ ശ്രീകൃഷ്ണൻ വേഷം കിട്ടും, ഓണത്തിനാണെങ്കിലും മൊബൈൽ വേഷം കിട്ടും. ഇത്ര വർഷമായിട്ട് ഞങ്ങൾ കെട്ടിക്കൊണ്ട് നിൽക്കുന്നു. മാമ പറഞ്ഞാൽ അത് ഈ മുടക്കരുത്, എൻ്റെ ഒരു കഴിവ് കണക്ക് തന്നു കഴിഞ്ഞിന് അയ്യ കൊല്ലം ഈ കെട്ടിക്കോളണം. ഇത് ഈ ശ്രീകൃഷ്ണ വേഷം മാവേലി വേഷം കെട്ടിക്കോളണം നിർബന്ധമാണ്. നമുക്കുള്ള ചിലവിനുള്ള പൈസ മേക്കപ്പിൻ്റെ ഈ വാടക ഉണ്ട്. ഈ വാടകയ്ക്ക് 1000 റുപ്യ വേണം, മേക്കപ്പ് മാനാണ് 1000 റുപ്യ. ഇതിൻ്റെ ഫുള്ള് ചിലവുണ്ട്. ഇത്ര ഈ കൊടയും അതൊക്കെ വാടകയാണ്, അതിനുള്ള ചിലവുണ്ട്. അപ്പോൾ ഒരു 3000 റുപ്യോളം ചിലവ് നമുക്ക് വരുന്നുണ്ട്. പാതാളത്തിൽ നിന്ന് പൊന്തി വരുമ്പോൾ സൈക്കിൾ അവിടെ ഉണ്ടാവും. തിരുവോണത്തിന് ഇറങ്ങല് ഇപ്പം അത് പോരാ, ഇപ്പം എല്ലാവർക്കും മാവേലി വേണം. സുഖമല്ലേ? സെൻട്രിങ്ങിൻ്റെ പണിയായിരുന്നു എനിക്ക് മെയിൻ. സെൻട്രിങ് പലക നമ്മൾ വാർപ്പിൻ്റെ പണിയില്ലേ, വാർപ്പിൻ്റെ പണി എടുക്കണ സമയത്ത് ഞാൻ എകരത്തിൽ നിന്ന് മേലിൽ നിന്ന് വീണതാണ്. ആ കൊറോണ സമയത്താണ് ഞാൻ വീണത്. വീണ് കഴിഞ്ഞതിൻ്റെ ശേഷം കാലിൻ്റെ എല്ല് പൊട്ടിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ പണിക്ക് പോയില്ല. അപ്പോൾ ഈ ചെറിയ ഈ പുല്ല് ഉറക്കൽ, തെങ്ങ് നടന്നുറക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ പോകലിപ്പോൾ. ക്ഷേമങ്ങൾ കേൾക്കും, അവർക്കുള്ളത് കൊടുക്കും, അവർക്കുള്ളത് ഓരോ ആ വിഷമങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കും, എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ അതിനുള്ള ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നഷ്ടം തോന്നാറില്ല. അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു കാര്യമാണ്. ആ ദൈവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോഴും നമ്മൾ എല്ലാവരും സ്വീകരിക്കണേ. ഒരാളെ വീട്ടിൽ പോയില്ലെങ്കിൽ അന്ന് പിറ്റേന്ന് പോയി ചോദിക്കൂ എന്താ വരാഞ്ഞെന്നുള്ളത്. പ്രജകളെല്ലാവരും നമ്മൾ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അത് തരുന്നവരുണ്ട്, തരാത്തവരുണ്ട്, അതൊന്നും നമുക്ക് വിഷയമല്ല. ഉപദേശം കൊടുത്തിട്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങി വരുള്ളൂ. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് പാഞ്ഞു പോയിട്ട് അങ്ങോട്ട് പോരാൻ വയ്യ. മൊബൈൽ യൂസ് ചെയ്യണവർ മൊബൈൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ജോം ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.